ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ജാനകി ദേഷ്യത്തോടു കൂടി അടുക്കളയിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് അജയൻ വരുന്നുണ്ട്. നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എന്ത് പറയാനാ, ഈ ഏട്ടത്തി എന്ത് കാര്യമാണ് ചെയ്തത്? അനാമിക മോൾ ഇങ്ങോട്ട് വരുന്ന അതേ സമയത്ത് തന്നെ അവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിനക്ക് അതാണോ പ്രശ്നം? നായന മോളെ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. അവളെ ഏട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് കരുതിയിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവളെപ്പോലെയാണോ നമ്മുടെ മരുമകള്? എന്താ നമ്മുടെ മരുമകൾക്കേ കൊമ്പുണ്ടോ? അവളിങ്ങോട്ട് നടന്നു തന്നെയല്ലേ വന്നത്, അല്ലാതെ അവളെ ഏറ്റവും നല്ലല്ലേ ഇങ്ങോട്ട് കയറ്റിയത്? നയനയും നവ്യയും വന്ന പോലെ തന്നെയാ നമ്മുടെ മരുമകളും ഇങ്ങോട്ട് കയറി വന്നത്. നയനയും നവ്യയും എത്ര നന്നായിട്ടാ ഇവിടെ നിൽക്കുന്നേ. അതുപോലെ നീ നിന്റെ മരുമകളെയും പറഞ്ഞു മനസ്സിലാക്ക്, നല്ല രീതിക്ക് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അനാമിക മോൾ അവളെ വീട്ടിലോട്ടങ്ങ് പോവും. അതുതന്നെയാ ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ ഇവിടുന്ന് അങ്ങ് പോവും. നാണം കെട്ടിട്ടാണെങ്കിലും ആനി പോയി വിളിച്ചു കൊണ്ടുവന്നില്ലേ? ഇനിയെങ്കിലും നീ നിന്റെ മരുമകളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, നല്ല രീതിക്ക് ഈ കുടുംബത്തിൽ നിന്നു പോവാനായിട്ട്. ഇതും പറഞ്ഞ് അജയൻ അങ്ങ് പോകുന്നുണ്ട്. ഇത് കേട്ടാണെങ്കിൽ ജാനകിക്ക് ഒരുപാടങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയായിരിക്കും. അനാമിക ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അതിലൂടെ അനി പോകുന്നുണ്ടായിരിക്കും. അനി ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അനിയെ വിളിക്കുകയാണ്. നീ എന്തിനാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അതേ സമയത്ത് എന്നെയും കൂട്ടിക്കൊണ്ട് വന്നത്? വേണ്ടായിരുന്നു. ഏട്ടത്തി വന്നതേ നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇപ്പൊ തന്നെ പൊക്കോ. നിന്നെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. നീ അതേ പറയൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവൾമാരെ എന്റെ തലയിൽ കയറാൻ വന്നാല് ഞാൻ എന്റെ പാട് നോക്കി പോവും. ആര് പറഞ്ഞു നിന്നോട് ഇവിടെ നിൽക്കാന്? നിനക്ക് എപ്പോ വേണേ ഇവിടെ നിന്ന് പോവാം. എനിക്കതിലൊന്നും ഒരു വിരോധവുമില്ല. എനിക്കറിയാം, ഞാൻ പോയിട്ട് ആ സ്ഥാനത്തോട്ട് നിനക്ക് ആ നന്ദുവിനെ കൊണ്ടുവരാനായിരിക്കും. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ അവളുടെ ചേച്ചിമാരായോണ്ടല്ലേ. ദേ അനാമികെ, അനാവശ്യമായിട്ട് സംസാരിക്കണ്ട. അവരിന്റെ ഏട്ടത്തിമാരാ, അവർക്കുള്ള ബഹുമാനം ഞാൻ കൊടുത്തിരിക്കും. നിന്റെ കാര്യത്തിൽ എനിക്ക് പല സംശയങ്ങളും ഉണ്ട്. എന്റെ വല്യമ്മയ്ക്ക് ഈ അവസ്ഥ സംഭവിച്ചതും നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതിലൊക്കെ നിനക്കും നിന്റെ വീട്ടുകാർക്കും പങ്കുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. ഇത് കേട്ട് അനാമിക ഒന്നിങ്ങനെ പതറുന്നുണ്ട്. അതേടാ, നീ അങ്ങനെ തന്നെ പറ. ഇനി ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ എന്റെ തലയിലോട്ടും എന്റെ അച്ഛന്റെയും അമ്മയുടെയും തലയിലോട്ടും ഇട്. പിന്നെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിന്റെ ഭാര്യയോ ഒരു താലി കെട്ടിയെന്ന് കരുതിയിട്ട് നീ എന്റെ ഭാര്യയായെന്നാണോ? ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്ന് നിനക്കും എനിക്കും നല്ല പോലെ അറിയാം. പിന്നെ നീ ആ സംസാരമൊന്നും വേണ്ട. നിനക്ക് പറ്റില്ലെങ്കിലേ നീ ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോക്കോ. എനിക്കതിലൊന്നും ഒരു വിരോധവുമില്ല. അതേടാ, നിന്റെ വിചാരം അത് തന്നെയാ. അങ്ങനെ നീ എന്റെ സ്ഥാനത്തോട്ട് നന്ദുവിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കണ്ട, അത് നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അനാമികൊന്ന് നടക്കുന്നുണ്ട്. വീണ്ടും തിരികെ വരുന്നുണ്ട്. അല്ലെങ്കിലും നീ പറയുന്നതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ഉള്ളവർക്കും എന്നോട് ദേഷ്യം തോന്നും. എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും നിന്റെ ഏട്ടനും അച്ഛനും അമ്മയും കൂടെ എന്നെ അങ്ങ് ഒഴിവാക്കും അല്ലേടാ? അതിനല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ? അതൊരിക്കലും നടക്കില്ലടാ. എന്തൊക്കെ വന്നാലും എന്റെ ഈ കഴുത്ത് കിടക്കുന്ന താലി നന്ദുവിനെ ചാർത്താ എന്ന് നീ കരുതണ്ട. അതെന്റെ വാശി തന്നെയാ. എന്ത് വന്നാലും ഈ താലി അവളുടെ കഴുത്തിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്നായിരിക്കും അനാമിക പറയുന്നത്. ഇത് കേട്ടാണെങ്കിൽ അനി പറയുന്നുണ്ട്, എന്ത് ചെയ്താലും മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള വാശിയല്ലേ നിനക്ക്? നീ ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ജലജയെയും ജാനകിയെയും ആയിരിക്കും. ഭക്ഷണമെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ ജാനകിയോട് പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ മാറ്റം അതെനിക്കങ്ങേ മനസ്സിലാവുന്നേ ഇല്ല. ഇപ്പോ അടുക്കള ഭരണം മുഴുവനായിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയല്ലേ. എന്ത് ചെയ്യാനാ? ലിവർ മാറ്റിവെച്ചതിന് ശേഷം ഏട്ടത്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഏട്ടത്തിയുടെ ബ്രെയിനൊന്നല്ലല്ലോ മാറ്റി വെച്ചിരിക്കുന്നേ, ലിവറല്ലേ. ഇങ്ങനെയൊക്കെ മാറ്റം സംഭവിക്കോ? പറയാൻ പറ്റില്ല. ലിവർ മാറ്റിവെച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ എന്ന് ജാനകി പറയുന്നു. ഇതേ സമയം ദേവിയാനി കറികളുമായിട്ട് വരുന്നുണ്ട്. ആ, ഏട്ടത്തി വരുന്നുണ്ട്. അങ്ങനെ കറി കൊണ്ടുവയ്ക്കാണ്. എവിടെ എന്റെ മരുമകൾ വന്നില്ലല്ലോ? അപ്പോഴായിരിക്കും അനാമിക വരുന്നത്. ഞാൻ വന്നു വല്യമ്മേ. ആ, ഇരിക്കെന്നും പറഞ്ഞ് അനാമികയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാണ്. പിന്നീടായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെ മറ്റു രണ്ട് തമ്പുരാട്ടികള്? അവരിങ്ങോട്ട് വന്നില്ലല്ലോ. അതൊക്കെ സമയമാകുമ്പോൾ വന്നോളും. ഏട്ടത്തി ഇരിക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെയല്ലല്ലോ ജലജെ, നിന്റെ മരുമകളുടെ കാര്യം നീ തന്നെ നോക്കണ്ടേ? നിന്റെ മരുമകളുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാ. ആ കുട്ടിയുടെ കാര്യം നീ നോക്കണ്ടേ? അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഏട്ടത്തി. സമയത്തിന് ഇവിടെ ഭക്ഷണം റെഡിയാ. അവള് വന്ന് കഴിച്ചാൽ മതി. അവൾക്ക് എപ്പോഴാ സൗകര്യച്ചാ അവള് വന്ന് കഴിച്ചോളും. അതൊന്നും പറ്റില്ല. അവളെ നല്ല രീതിക്ക് നീ കെയർ ചെയ്യണം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട്. അങ്ങനെ നവ്യയും വരുന്നുണ്ട്. ആ, വന്നല്ലോ. നവ്യെ, നായന എവിടെ? അവൾക്കിപ്പോ ഭക്ഷണം വേണ്ടെന്നാ പറഞ്ഞത്. എല്ലാവരും കഴിച്ചതിന് ശേഷം കഴിച്ചോളാന്നാ പറഞ്ഞേ. അതൊന്നും പറ്റില്ല. ഇനി അവള് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ അത് ആദർശം അറിയും.
അത് അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞാ അത് എന്നോട് ചോദിക്കും. വല്യമ്മേ, അത് ചിലപ്പേ അവളെല്ലാവരും കഴിച്ചതിന് ശേഷം വയറു നിറയെ കഴിക്കാനായിരിക്കും അവസാനം കഴിക്കുന്നേ. അതെ, നിന്റെ ശീല. ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതേ നീയും നിന്റെ അനിയത്തിയും തന്നെയാ. ശരിയാ, ഭക്ഷണം കഴിക്കും. നിനക്ക് വീട്ടിലെ ഭക്ഷണമൊന്നും പറ്റില്ലല്ലോ. ഹോട്ടൽ ഫുഡല്ലേ നിനക്കിഷ്ടം. ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കും. അതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ എന്തായാലും അവളെ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട അമ്മായി, ഞാൻ പോയി വിളിച്ചോളാം എന്ന് നവ്യ പറയുന്നുണ്ട്. വേണ്ട, നീ കഴിക്കാനായിട്ട് ഇരുന്നില്ലേ, നീ ഭക്ഷണം കഴിക്ക്, ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്നും പറഞ്ഞ് ദേവിയാനി പോവാ. ഇതൊന്നും അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നയനയാണെങ്കിൽ ബുക്കും വായിച്ചിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട്. ദേവിയാനി കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നീ എന്താ ഭക്ഷണം കഴിക്കാനായിട്ട് വരാത്തെ? ഒന്നുമല്ല, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് കരുതി. എന്തിനാ പിന്നേക്കാക്കുന്നേ? ഇനി ആ പേര് പറഞ്ഞ് നിനക്ക് ഇവിടുന്ന് പോവാനാണോ? ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ് എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അമ്മയെ സഹായിച്ചോളാം. എന്നെ സഹായിക്കാനൊന്നും നീ വരണ്ട. എനിക്കിപ്പോ ഒരാരോഗ്യ പ്രശ്നവുമില്ല, അതെനിക്കറിയാം. എന്നാലും അറിയാലോ, എനിക്ക് നല്ലൊരു പെൺകുട്ടി ലിവർ തന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓക്കെയാ. നീ എന്താ എന്നെ തോൽപ്പിക്കാനാണോ ഭക്ഷണം കഴിക്കാൻ വരാതിരിക്കുന്നേ? അല്ലമ്മേ, ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കത് എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് കരുതിയിട്ടാ ഞാൻ എല്ലാവരും കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞ്. ഇനി തൊട്ട് അങ്ങനെയൊന്നും വേണ്ട. എല്ലാവരും കഴിക്കുമ്പോൾ നീ വന്ന് ഭക്ഷണം കഴിക്കണം. അടുക്കള ജോലിയൊക്കെ എനിക്കിപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നീയായിട്ട് വന്ന് സഹായിക്കണ്ട. എന്നാ വാ, ഭക്ഷണം കഴിക്കാം. അല്ല, നിനക്ക് എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ ആരാണെന്ന് അറിയോ? അത് പിന്നെ അമ്മേ, ആ സമയത്ത് എന്താ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടില്ല. ആ പെൺകുട്ടിയെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. ഇനി കണ്ടുപിടിച്ചിട്ടേ നിനക്ക് കൊണ്ട് കാണിച്ചു തരണ്ട്. ഇങ്ങനത്തെ കുട്ടിയും ഈ ലോകത്തുണ്ടെന്ന് നീ അറിയണം. ആരാണെന്ന് പോലും അറിയാത്ത ഒരാളെയാ സഹായിച്ചിരിക്കുന്നത്. ആ കുട്ടിയെ എന്തായാലും നീ കണ്ടിരിക്കണം. എനിക്കും പറ്റും അമ്മേ സഹായിക്കാനായിട്ട്. അതെ പറ്റും, എനിക്കറിയാം. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇനി നീ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോവരുത്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു രാജകുമാരിയെ പോലെ തന്നെ തുടരാം. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നീയൊന്ന് ഇവിടെ നിന്നാ മതി. നീ ഇവിടുന്ന് പോയാലേ എൻ്റെ മോനാ അതിൻ്റെ പ്രശ്നം. ഉറക്കമില്ലാതെ അലയുന്നത് കാണാനേ എനിക്ക് പറ്റില്ല. നീ വാ, ഭക്ഷണം കഴിക്കുന്നും പറഞ്ഞ് ദേവ്യാനി നയനയെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ജലജയും ജാനകിയും ഒക്കെ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ആ വന്നോ, നീ ഇരിക്ക് എന്നും പറഞ്ഞ് ദേവ്യാനി ഇരുത്തുന്നുണ്ട്. അല്ല, ഇനി ഭക്ഷണം ഞാൻ എടുത്തു തരണോ? വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചോളാം. അല്ല ഏട്ടത്തി, ഏട്ടത്തിക്ക് ലിവർ തന്ന പെൺകുട്ടിയല്ലേ, അപ്പൊ പിന്നെ ഏട്ടത്തി എന്നെ എടുത്ത് വായിൽ വെച്ച് കൊടുക്ക്. ദേവ്യാനി ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. അതേടി, എനിക്ക് ലിവർ തന്ന പെൺകുട്ടി തന്നെയാ, വേണമെങ്കിൽ ഞാൻ വായിലും വെച്ച് കൊടുക്കും എന്ന്. നാളെ തൊട്ട് എല്ലാവരും എൻ്റെ കൂടെ അടുക്കളയിൽ കയറണം. ജലജയോടും ജാനകിയോടും ആണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ? അതെന്താ ഏട്ടത്തി, ഞങ്ങൾ മാത്രം? പിന്നെ ഇവിടുത്തെ മരുമക്കളൊക്കെ എന്തിനാ? ഇവരെ രണ്ടുപേരെയും അടുക്കള കയറ്റ്. അതെന്താ ഞങ്ങൾ രണ്ടുപേരും? അമ്മായിയുടെ മരുമകളെയും അടുക്കള കയറ്റ്. അവളിവിടെ ചുമ്മാ ഇരിക്കുകയല്ലേ. എനിക്കേ അടുക്കള പണിയൊന്നും അറിയില്ല. എനിക്കും അറിയില്ല. ഞാനും എൻ്റെ വീട്ടിൽ പാചകമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നയനയ്ക്ക് അറിയാവുന്നത് അമ്മയുടെ കൂടെ അവള് അടുക്കള കയറാറുണ്ട്. അതുകൊണ്ടാ അവൾക്ക് പാചകം അറിയുന്നത്. അനാമികെ, അറിയില്ല എന്നും പറഞ്ഞിരിക്കരുത്. അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കണം. എന്നാലല്ലേ തനിച്ചായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂ എന്ന് ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്. ഇതത്ര ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്ക്. വീണ്ടും ദേവയാനി നയനോട് പറയുന്നുണ്ട്, നീ ഭക്ഷണം കഴിക്ക്. നയന കഴിക്കുന്നത് ആസ്വദിച്ച് നിന്ന് നോക്കുന്നുണ്ട് ദേവയാനി. മോൾക്കെന്തായാലും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നേ. നല്ലപോലെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുക. പിന്നീടായിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ട് നയന. ആ മോളെ, എന്താ കാര്യമെന്ന് ആദർശ് ചോദിക്കുകയാണ്. ആദർശം ഭക്ഷണം കഴിക്കുമായിരിക്കും. ഞാൻ അമ്മ ഉണ്ടാക്കിയ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് ആദർശ് പറയാണ്. ഞാനിപ്പോൾ കഴിച്ചേ ഉള്ളൂ. ആണോ? അമ്മ എന്നെ വിളിക്കാനായിട്ട് വന്നു ഭക്ഷണം കഴിക്കാൻ. ഞാനാണെങ്കിൽ ഇനി എന്നെ അവിടെ കണ്ടാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി പോവാതിരിക്കുകയായിരുന്നു. അമ്മ തന്നെ വന്ന് എനിക്ക് ഭക്ഷണം എടുത്തു തന്നു. അമ്മയുടെ മാറ്റം അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്തായാലും ഞാനിന്ന് വരുന്ന വഴിക്കിൽ ഒന്ന് ഡോക്ടറെ കണ്ടിട്ടേ വരൂ. എന്തിനാ ഡോക്ടറെ കാണുന്നേ? നമ്മുടെ ഭാവി ജീവിതം ഡോക്ടറോടൊന്ന് ചോദിക്കാനാ. ആദർശേട്ടന് എന്താ പറയുന്നേ? നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അക്കാര്യത്തെക്കുറിച്ച് ഡോക്ടറോടൊന്ന് ചോദിക്കണം. ഈ ആദർശേട്ടനൊരു കാര്യം, വേഗം നേരത്തെ വീട്ടിലോട്ട് വരാൻ നോക്ക് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്നാ നയനയ്ക്ക് ആകെക്കൂടെ നാണവും സന്തോഷവും ഒക്കെ തോന്നുവാണ്. നയന നല്ല സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും.